കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായതോടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന് താരപരിവേഷം ലഭിച്ചിരിക്കുന്നു. കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടനം ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി മുഖ്യ ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്നായി മാറുന്നു. കോട്ടയം ജില്ലയിൽ ബി.ജെ.പി സ്വന്തം നിലയ്ക്ക് ശക്തി തെളിയിച്ച നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് കാഞ്ഞിരപ്പള്ളി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,037 വോട്ടുകൾ, അതായത് 7.1% വോട്ടാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി രാജ്മോഹൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നേടിയത്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിൽ വി.എൻ. മനോജ് 31,411 വോട്ടുകൾ നേടി. വോട്ട് വിഹിതം 22.98% കുതിച്ചുയർന്നു. 2021 അൽഫോൻസ് കണ്ണന്താനം സ്ഥാനാർത്ഥിയായപ്പോഴാകട്ടെ 29,157 വോട്ട് ലഭിച്ചു. പോൾ ചെയ്ത വോട്ടിന്റെ 21.17%. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർവ്വസമ്മതനുമായ ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്നത് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആര് ജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് യാതൊരു സംശയവുമില്ല. എൻ.ഡി.എയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എം.എൽ.എ ആകും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇതുവരെ ചെയ്തിട്ടുള്ള വികസനങ്ങളല്ല ഇനിയും കാഞ്ഞിരപ്പള്ളിയിൽ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കാഞ്ഞിരപ്പള്ളിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനനുസൃതമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ പൂർണ്ണതയിലെത്തിച്ച് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിജയത്തിൽ കുറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളോട് പറയാനുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ ബി.ജെ.പിയോടുള്ള ആഭിമുഖ്യം ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വോട്ടായി മാറുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ഊഷ്മള ബന്ധം നിലനിർത്തുന്ന ജോർജ് കുര്യന് മണ്ഡലത്തിൽ പ്രതികൂല ഘടകങ്ങളൊന്നുമില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ. കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു ജാടയുമില്ലാതെ, ഒരു അധികാരത്തിൻ്റെ ഒരു ഇതുമില്ലാതെ എല്ലാവരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സംസാരവും അദ്ദേഹത്തിൻ്റെ ആ രീതിയും ജനങ്ങൾക്ക് ഏറെ വിശ്വാസമുണ്ടായിട്ടുണ്ട് ബി.ജെ.പിയോട്. പിന്നെ തന്നെയുമല്ല, അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സ്വീകാര്യത നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബി.ജെ.പിയിൽ അത് ബി.ജെ.പിയോടുള്ളൊരു ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അവരോടുള്ളൊരു താല്പര്യവുമാണ് നമ്മളതിലൂടെ കാണുന്നത്. കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു എം.എൽ.എ ആണ് ശരിക്കും കാഞ്ഞിരപ്പള്ളിക്ക് ആവശ്യം. അത് ഇന്ന് ഇല്ലാതെ പോയതും അതാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾ ഒരു ആഗ്രഹം, അവർക്ക് ആവശ്യം അങ്ങനെ ഒരു എം.എൽ.എ ആണ്. കഴിവുള്ള, കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ള ഒരു എം.എൽ.എ. അത്തരത്തിൽ ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് കാഞ്ഞിരപ്പള്ളി ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് എൻ.ഡി.എയുടെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം എന്ന ബി.ജെ.പി മുദ്രാവാക്യത്തിൽ അതിനൊപ്പം കാഞ്ഞിരപ്പള്ളിയും എന്ന് കൂട്ടിച്ചേർക്കുന്നു ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം. 1980 ബി.ജെ.പി രൂപീകരിക്കുമ്പോൾ മുതൽ സജീവ പ്രവർത്തകനായ ജോർജ് കുര്യൻ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായി വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വവുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ജോർജ് കുര്യന് കാഞ്ഞിരപ്പള്ളിയെ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുമെന്ന് ബി.ജെ.പി വ്യക്തമാക്കുന്നു. അത് ജനങ്ങൾ അംഗീകരിച്ചുവെന്നും വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുമുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എയുടെ പ്രചാരണ വിഭാഗം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.